ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഐറിസ് എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്താണ് അവൾ ജോഷ് എന്നൊരു യുവാവിനെ കണ്ടുമുട്ടുന്നത്. കണ്ട മാത്രയിൽ തന്നെ അവൾക്ക് അവനോട് എന്തോ ഒരു അടുപ്പം തോന്നി. പരിഭ്രാന്തിയോടെ ജോഷ് അവളോട് സംസാരിക്കാനായി ശ്രമിച്ചു. വെപ്രാളത്തിനിടെ ജോഷിൻ്റെ കൈത്തട്ടി കുറച്ച് ഓറഞ്ചുകൾ താഴേക്ക് വീണിരുന്നു. ഈ ഒരു സംഭവം അവരിരുവരിലും ചിരി പടർത്തി. പിന്നീട് ഐറിസ് തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ 2 കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. ആദ്യത്തേത് അവൾ ജോഷിനെ കണ്ടുമുട്ടിയ ദിവസമായിരുന്നു. രണ്ടാമത്തേത് അവൾ ജോഷിനെ കൊന്ന ദിവസവും. ഐറിസും ജോഷും പെട്ടെന്നടുക്കുകയും പ്രണയിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇരുവരും പിന്നീട് കാടിനോട് ചേർന്നുള്ള ഒരു ലേക്ക് ഹൗസിലേക്ക് പോവുകയാണ്. അന്നത്തെ വാരാന്ത്യം അവിടെ ചെലവഴിക്കാനായിരുന്നു അവരുടെ പദ്ധതി. ജോഷിൻ്റെ സുഹൃത്തുക്കൾ കൂടി അവിടെ ഉണ്ടെന്നുള്ളതിനാൽ ഐറിസിനെ ചെറിയ പരിഭ്രാന്തിയുണ്ടായിരുന്നു. താൻ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമോ എന്നായിരുന്നു ഐറിസിൻ്റെ പേടി. എന്നാൽ ജോഷ് അവളെ സമാധാനിപ്പിച്ചു. അവിടേക്കെത്തിയ ജോഷിനെ അവൻ്റെ കൂട്ടുകാരിയായ കാറ്റ് വാരിപ്പുണർന്നു. എന്നാൽ അവൾ ഐറിസിനോട് വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. അകത്തേക്ക് പ്രവേശിച്ച ജോഷ് തൻ്റെ മറ്റൊരു സുഹൃത്തായ എലിയെയും അവൻ്റെ കാമുകനായ പാട്രിക്കിനെയും കണ്ടുമുട്ടി. താമസിയാതെ ആ വീടിൻ്റെ ഉടമയായ സർജി എന്ന റഷ്യക്കാരനെത്തി. ആ ഒരു മനുഷ്യൻ ഐറിസിനെ തുറച്ചു നോക്കി. ഇതവളെ അസ്വസ്ഥയാക്കിയിരുന്നു. അതിനാൽ തന്നെ ഐറിസ് അവിടെ നിന്നും കുളിക്കാനായി ഗസ്റ്റ് റൂമിലേക്ക് പോയി. വൈകുന്നേരം സംഘം അത്താഴത്തിനായി ഒത്തുകൂടി. ഈ ഒരു സമയത്ത് പാട്രിക്ക് ഒരു ഹലോവിൻ ഡേയിൽ വെച്ചാണ് താൻ എലിയെ കണ്ടുമുട്ടിയതെന്ന് വിവരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എലിയോട് എന്തോ അടുപ്പം തോന്നിയെന്ന് ഈ സമയത്ത് പാട്രിക്ക് പറഞ്ഞിരുന്നു. ജോഷിനെ കണ്ടുമുട്ടിയപ്പോൾ തനിക്കും ഇങ്ങനെ തന്നെയാണ് തോന്നിയിരുന്നതെന്ന് ഐറിസും ഏവരോടും വിവരിച്ചു. പിന്നീട് ഐറിസും കാറ്റും സ്വകാര്യമായി സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കാറ്റ് താൻ സർജിയുമായി ഡേറ്റിംഗ് നടത്തുന്നുണ്ടെന്നും അവൻ വിവാഹിതനാണെന്നും ഐറിസിനോട് പറഞ്ഞു. ഞാൻ അവൻ്റെ പണം കണ്ടാണ് അവനോടൊപ്പം കൂടിയതെന്ന് കാറ്റ് വെളിപ്പെടുത്തി. ഈ ഒരു സമയത്ത് കാറ്റിനെ തന്നെ ഇഷ്ടമല്ലേ എന്ന് ഐറിസ് ആരാഞ്ഞു. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ലെന്ന് കാറ്റ് അവൾക്ക് മറുപടി നൽകി. അത് കേട്ടതോടെ ഐറിസിനും സന്തോഷമായി. പിന്നീട് എലി പാട്ട് വയ്ക്കുകയും ഏവരും സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയുമാണ്. ഈ ഒരു സമയത്ത് കാറ്റും ജോഷും ഒരുമിച്ച് നൃത്തം ചെയ്തിരുന്നത് ഐറിസിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ തന്നെ ഐറിസ് ജോഷിനെ വിളിച്ച് തൻ്റെ കൂടെ നൃത്തം ചെയ്യിപ്പിക്കുകയാണ്. ആ രാത്രിയിൽ ഇരുവരും ബന്ധപ്പെട്ടു. നിന്നോടൊപ്പമുള്ള നിമിഷങ്ങളിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണെന്ന് ഐറിസ് അവനോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്ത് ജോഷ് അവളോട് ഉറങ്ങാനായി കൽപ്പിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ജോഷ് ഐറിസിനോട് കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു റോബോട്ട് സംസാരിക്കുന്നത് പോലെ വിശദമായ പ്രവചനം അവൾ നൽകുകയാണ്. പിന്നീട് ഐറിസ് തടാകക്കരയിലേക്ക് പോകാനായി ജോഷിനെ വിളിച്ചു. എന്നാൽ ജോഷ് തനിക്കിപ്പോൾ വരാൻ താല്പര്യമില്ലെന്നും നീ ഒറ്റയ്ക്ക് പൊക്കോളൂ എന്നും അവളോട് പറയുകയാണ്. ഈ ഒരു സമയത്ത് ജോഷ് അവളുടെ പോക്കറ്റിൽ ചെറിയൊരു കത്തിയിട്ടിരുന്നു. അവൾ പുറത്തിറങ്ങിയ ഉടൻ തന്നെ ജോഷ് തൻ്റെ മൊബൈൽ ഫോണിൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിരുന്നു. തടാകക്കരയിലേക്കെത്തിയ ഐറിസ് തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന കത്തി കണ്ട് ആശയക്കുഴപ്പത്തിലായി. ഈ ഒരു സമയത്ത് സർജി അവിടേക്കെത്തി. മോശമായ രീതിയിൽ അവളെ നോക്കിക്കൊണ്ട് അവളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അസ്വസ്ഥതയോടെ ഐറിസ് അവിടെ നിന്നും പോകാനായി ശ്രമിച്ചു. അവളെ തടഞ്ഞുകൊണ്ട് സർജി തൻ്റെ ശരീരത്തിൽ സൺസ്ക്രീൻ പുരട്ടിത്തരാനായി ആവശ്യപ്പെട്ടു. മനസ്സില്ല മനസ്സോടെ അവളത് ചെയ്യുന്ന സമയത്ത് സർജി ഐറിസിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. തന്നെ വിട്ടയക്കണമെന്ന് ഐറിസ് അവനോട് അപേക്ഷിച്ചു. എന്നാൽ കാറ്റ് പറഞ്ഞിട്ടാണ് താൻ ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞ് സർജി അവളെ ചുംബിച്ചു. ഈ ഒരു സമയത്ത് ബാക്കിയുള്ളവരെല്ലാം വീട്ടിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പക്കലേക്ക് രക്തത്തിൽ കുളിച്ച് ഐറിസ് മടങ്ങിയെത്തി. ഈ ഒരു കാഴ്ച കണ്ട് ഏവരും ഞെട്ടിത്തെരിച്ചു. താനിത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും സർജി തന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചെന്നും അപ്പോൾ സംഭവിച്ചതാണെന്നും അവൾ ഏവരോടും പറഞ്ഞു. ഇത് കേട്ട് കാറ്റ് സർജിയുടെ പക്കലേക്ക് ഓടി. ഐറിസ് കത്തി തറയിൽ ഉപേക്ഷിച്ച് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനായി ശ്രമിക്കുകയാണ്. സർജി ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഐറിസ് ഒരു മദ്യക്കുപ്പിയെടുത്ത് അവൻ്റെ തലയ്ക്കടിക്കുകയായിരുന്നു.
അതോടെ കോപാകുലനായ സർജി ഐറിസിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താനായി ശ്രമിച്ചു. അതോടെ പ്രാണരക്ഷാർത്ഥം ഐറിസ് കത്തിയെടുത്ത് സർജിയെ കുത്തുകയായിരുന്നു. വേദന സഹിക്കാനാവാതെയാണ് താൻ ഇപ്രകാരം ചെയ്തതെന്ന് ഐറിസ് വിശദീകരിച്ചു. ഈ ഒരു സമയത്ത് ജോഷ് അവളോട് ഉറങ്ങാനായി കൽപ്പിക്കുകയാണ്. അതോടെ കണ്ണുകൾ ഉരുണ്ടു കയറി അവൾ നിശ്ചലയായി. ഈ ഒരു സമയത്താണ് അവൾ റോബോട്ടാണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. തുടർന്ന് പാട്രിക്ക് അവളുടെ കൈകാലുകൾ ബന്ധിച്ചു. പിന്നീട് ജോഷ് എലിയോട് ഐറിസിനെ എന്തെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് പറയുകയാണ്. അവർ ഇക്കാര്യങ്ങളെല്ലാം പോലീസിൽ അറിയിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ജോഷ് അവസാനമായി ഐറിസിനോട് വിട പറയാൻ ആഗ്രഹിച്ചിരുന്നു. തുടർന്നവൻ ഐറിസിൻ്റെ മുൻപിലിരുന്ന് അവളോട് ഉണരാനായി ആവശ്യപ്പെടുകയാണ്. അതോടെ ഐറിസ് ഞെട്ടിയുണരുകയും എന്നെ വിശ്വസിക്കണമെന്ന് ജോഷിനോട് പറയുകയുമാണ്. കള്ളം പറയുന്നത് നിന്റെ പ്രോഗ്രാമിലില്ലെന്നും അതിനാൽ തന്നെ നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നും ജോഷ് അവളോട് പറഞ്ഞു. അവൻ്റെ ഈ വാക്കുകൾ കേട്ട് ഐറിസ് ഞെട്ടിപ്പോയി. നീ ഒരു കമ്പേനിയനായ റോബോട്ടാണെന്നും നിന്നെ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശാരീരികവും വൈകാരികവുമായ ആവശ്യങ്ങൾക്കാണെന്നും അവൻ അവളെ അറിയിച്ചു. എന്നാൽ അവൻ പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളൊന്നും ഐറിസ് വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ജോഷ് തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അതുപയോഗിച്ച് കൺട്രോൾ ചെയ്ത് വ്യത്യസ്ത ഭാഷകൾ അവളെക്കൊണ്ട് പറയിപ്പിക്കുകയാണ്. കോളേജിൽ പോയിരുന്നതും ജോലി ചെയ്തിരുന്നതും ജോഷിനെ കണ്ടുമുട്ടിയതുൾപ്പെടെയുള്ള അവളുടെ ഓർമ്മകളൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് ജോഷ് അവളെ അറിയിച്ചു. അത് അവളുടെ സിസ്റ്റത്തിൽ കയറ്റിയിരുന്ന ഓർമ്മകൾ മാത്രമായിരുന്നു. പിന്നീട് ജോഷ് അവളെ ആദ്യമായി കണ്ടത് എങ്ങനെയാണെന്ന് അവളോട് വിവരിക്കുകയാണ്. റോബോട്ട് നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാർ ഒരു ബോക്സിലാണ് അവളെ ജോഷിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നിരുന്നത്. അവൾ ജോഷിനെ പ്രണയിക്കുന്നതായി പ്രോഗ്രാം ചെയ്തു വച്ചിരുന്നു. ജോഷിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവളെ നിയന്ത്രിക്കാനായി സാധിക്കും. അവളുടെ ശബ്ദവും ബുദ്ധിശക്തിയും ഉൾപ്പെടെ എല്ലാം ജോഷിന് ആ മൊബൈൽ ഉപയോഗിച്ച് മാറ്റുവാനായി സാധിക്കും. അവളുടെ വലതു ചെവിക്ക് പുറകിലായി ഒരു ഫിംഗർ പ്രിൻ്റ് സെൻസർ ഉണ്ടെന്നും അതിൽ 5 സെക്കൻഡ് നേരത്തേക്ക് അമർത്തിപ്പിടിച്ചാൽ അവൾ ഫാക്ടറി റീസെറ്റ് ആകുമെന്നും ജീവനക്കാരൻ അവനെ അറിയിച്ചിരുന്നു. പിന്നീട് ജോഷ് ആ റോബോട്ട് കമ്പനിയുടെ കരാറിൽ ഒപ്പുവെച്ചു. അവർ ജോഷിൻ്റെ മൊബൈൽ ഫോൺ അവളുമായി പെയർ ചെയ്തു. പിന്നീട് ഐറിസ് ഉണർന്ന് ജോഷിനെ കാണുകയും പ്രോഗ്രാം ചെയ്തു വെച്ചിരുന്നത് പോലെ അവനുമായി പ്രണയത്തിലാവുകയും ചെയ്തു. ഇതെല്ലാം കേട്ടതോടെ ഐറിസ് അതീവ ദുഃഖിതയായി. അതിനാൽ തന്നെ താനൊരു റോബോട്ടാണെന്ന് വിശ്വസിക്കാൻ ഐറിസിന് സാധിച്ചിരുന്നില്ല. മനുഷ്യർക്കുള്ള എല്ലാ വികാരങ്ങളും ഐറിസിനുമുണ്ടായിരുന്നു. ഇതെല്ലാം നിന്റെ പ്രോഗ്രാമിൻ്റെ മേന്മ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും നിന്റെ കണ്ണുനീർ പോലും വെറും വെള്ളമാണെന്നും ജോഷ് അവളോട് പറഞ്ഞു. ജോഷ് ഐറിസിനെ വീണ്ടും ഓണാക്കിയിരുന്നത് കാറ്റിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതോടെ ജോഷ് കാറ്റിനെ മാറ്റി നിർത്തി. ഞാൻ എൻ്റെ റോബോട്ട് കാമുകിയോട് വിട പറയാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തതെന്ന് അറിയിച്ചു. കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നതിൽ ഇരുവരും സന്തോഷത്തിലായിരുന്നു. ഐറിസിനെ റീസ്റ്റോർ ചെയ്ത് ഓഫാക്കാൻ പോവുകയാണെന്ന് ജോഷ് അവളെ അറിയിച്ചു. ഇരുവരും സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ഐറിസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അവൾ താഴെ വീണ് കിടന്നിരുന്ന കത്തിയെടുക്കാനായി ശ്രമിക്കുന്ന സമയത്താണ് ജോഷ് അവിടേക്ക് തിരിച്ചെത്തുന്നത്. ജോഷ് താഴെ വീണ് കിടക്കുന്ന ഐറിസിനെ കണ്ട് അവളുടെ പക്കലേക്ക് ചെന്നു. ഉടനെ ഐറിസ് ജോഷിനെ മർദ്ദിച്ചു. ശേഷം അവൾ തന്നെ നിയന്ത്രിച്ചിരുന്ന അവൻ്റെ ഫോണ് കൈക്കലാക്കി. രക്ഷപ്പെടുന്ന സമയത്ത് അവൾ കാറ്റിനോട് ജോഷിനെ പരിചരിക്കാനും ആവശ്യമാണെങ്കിൽ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ജോഷും കാറ്റും എലിയുടെ പക്കലേക്ക് ചെന്നു. ഞാൻ ഐറിസിൻ്റെ പ്രോഗ്രാമിലേക്ക് പ്രവേശനം നേടിയെന്നും അവളുടെ പ്രതിരോധ സംവിധാനവും ആക്രമണ വാസനയും വർദ്ധിപ്പിച്ചെന്നും അതിനായി താനൊരു പ്രോഗ്രാം ഉപയോഗിച്ചിരുന്നെന്നും ജോഷ് എലിയോട് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് ഐറിസ് സർജിയെ കൊലപ്പെടുത്തിയതെന്നും ഈ പദ്ധതി ഞാനും കാറ്റും കൂടി രൂപകൽപ്പന ചെയ്തതാണെന്നും അവൻ എലിയെ അറിയിച്ചു. ഐറിസിനെ നിർമ്മിച്ച റോബോട്ടിക് കമ്പനി അവളെ കണ്ടെത്തുന്നതിനും മുൻപ് നമ്മൾ അവളെ കണ്ടെത്തണമെന്ന് ജോഷ് എലിയോട് പറഞ്ഞു. ഇത്രയും ക്രൂരമായൊരു കാര്യം നിങ്ങളെന്തിനാണ് ചെയ്തതെന്ന് എലി അവരോട് ചോദിച്ചു. അതോടെ കാറ്റും ജോഷും ചേർന്ന്
എലിയെയും പാട്രിക്കിനെയും സർജിയുടെ സേഫിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാസ്വേഡ് മനസ്സിലാക്കിയിരുന്ന കാറ്റ് അത് തുറന്നു. അതിനുള്ളിൽ $12 മില്യൺ ഉണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടതോടെ എലിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ഐറിസിനെ കണ്ടെത്താൻ സഹായിക്കണമെന്നും പണം 3 വീതം വയ്ക്കാമെന്നും ജോഷ് എലിയോട് പറഞ്ഞു. 3 പോരെന്നും 1 പങ്ക് പാട്രിക്കിനും വേണമെന്നും എലി വാശി പിടിച്ചു. ഇത് അവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാകുന്നതിന് കാരണമാക്കി. എന്നാൽ ഈ ഒരു സമയത്ത് എലി പാട്രിക്കിനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. ഈ ഒരു സമയത്താണ് പാട്രിക്കും ഒരു റോബോട്ടാണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. അതിനാൽ തന്നെ ഒരു റോബോട്ടിന് വീതം നൽകാൻ ജോഷിന് താല്പര്യമുണ്ടായിരുന്നില്ല. അല്പസമയത്തെ വാദപ്രതിവാദത്തിനു ശേഷം ഐറിസിനെ കണ്ടെത്താൻ താൻ സഹായിക്കാമെന്ന് എലി സമ്മതിച്ചു. അതിനു പകരമായി പാട്രിക്കിനും ഒരു ഭാഗം നൽകണമെന്നായിരുന്നു അവർ തമ്മിലുള്ള കരാർ. ഐറിസിനെ കണ്ടെത്താനായി എലി സർജിയുടെ ഷെൽഫിലുണ്ടായിരുന്ന തോക്കെടുക്കാനായി ശ്രമിച്ചു. തോക്കിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും നമുക്ക് ഐറിസിനെ ഷട്ട് ഡൗൺ ചെയ്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ആ ഒരു പ്രോഗ്രാം നീക്കം ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്നും ജോഷ് എലിയോട് പറഞ്ഞു. എന്നാൽ ഐറിസിനെ ജോഷിൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് അറിയാമെന്ന് എലി ചൂണ്ടിക്കാണിച്ചു. അതിനാൽ തന്നെ അവളെ നമ്മൾ ഭയക്കണമെന്നും എലി നിർദ്ദേശിച്ചു. പിന്നീട് എലി പാട്രിക്കിനെ ഉണർത്തി നമ്മളൊരു റോബോട്ട് വേട്ടയ്ക്ക് പോവുകയാണെന്ന് ആവേശത്തോടെ അവനോട് പറഞ്ഞു. അതേസമയം കാട്ടിൽ തൻ്റെ കൺട്രോൾ പാനൽ ആക്സസ് ചെയ്യാനായി ഐറിസ് ജോഷിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൾ വോയിസ് കമാൻഡുകൾ പ്രവർത്തനരഹിതമാക്കിയിരുന്നു. ശേഷം അവൾ തൻ്റെ സെറ്റിങ്സിൽ അടിമുടി മാറ്റം വരുത്തുകയാണ്. ഈ ഒരു സമയത്ത് അവൾ തൻ്റെ ബുദ്ധിശക്തി 40% സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അവളത് 100% വർദ്ധിപ്പിച്ചു. ഈ ഒരു സമയത്ത് ജോഷും കൂട്ടരും ഐറിസിനെ തേടി കാട്ടിലേക്ക് എത്തിയിരുന്നു. 2 ടീമുകളായി പിരിഞ്ഞ് അവളെ തിരയാമെന്ന് സംഘം തീരുമാനിച്ചു. എന്നാൽ ബുദ്ധിമതിയായി മാറിയ ഐറിസിനെ അവർ തന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരുമെന്ന് അറിയാമായിരുന്നു. രക്ഷപ്പെടാനായുള്ള പല വഴികൾ അവൾ ചിന്തിച്ചു. ഒടുവിൽ ലേക്ക് ഹൗസിലേക്ക് തിരികെ ചെന്ന് ജോഷിൻ്റെ ഓട്ടോമാറ്റിക് കാറിൽ രക്ഷപ്പെടാമെന്ന് അവൾ കണക്കുകൂട്ടി. കയ്യിലുള്ള ഫോൺ വഴി ജോഷിൻ്റെ കാർ ഉപയോഗിച്ച് നഗരത്തിലുള്ള അവൻ്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു ഐറിസിൻ്റെ പദ്ധതി. പോകുന്ന വഴിയിൽ എലിയും പാട്രിക്കും തൻ്റെ അടുത്തുണ്ടെന്ന് ഐറിസ് മനസ്സിലാക്കി. അതിനാൽ തന്നെ അവൾ ഒരു മരത്തിൻ്റെ പുറകിലായി ഒളിച്ചിരുന്നു. കൊലപാതകം നടത്താനായി ജോഷ് ഐറിസിൻ്റെ പ്രോഗ്രാമിൽ മാറ്റം വരുത്തിയെന്നും അത് തന്നെ അറിയിക്കാത്തതിൽ തനിക്ക് വിഷമമുണ്ടെന്നും എലി പാട്രിക്കിനോട് പറഞ്ഞു. ഇത് കേട്ട് പാട്രിക് അസ്വസ്ഥനാവുകയും തൻ്റെ പ്രോഗ്രാം മാറ്റുമോ എന്ന് എലിയോട് ചോദിക്കുകയും ചെയ്തു. താനും ഒരു റോബോട്ടാണെന്നുള്ള വസ്തുത താൻ മനസ്സിലാക്കിയെന്ന് ഈ സമയത്ത് പാട്രിക്ക് എലിയോട് വെളിപ്പെടുത്തി. എന്നാൽ എലിയെ കണ്ടുമുട്ടിയതിൻ്റെ മധുരമായ ഓർമ്മകൾ പാട്രിക്കിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം യാഥാർത്ഥ്യമാണെന്നാണ് പാട്രിക്ക് കരുതിയിരുന്നത്. ജോഷ് ചെയ്തതുപോലെ താൻ ഒരിക്കലും ചെയ്യില്ലെന്ന് എലി പാട്രിക്കിന് ഉറപ്പു നൽകി. എന്നാൽ ഈ ഒരു സമയത്ത് ജോഷിൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുകയും ഐറിസ് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയുമാണ്. അതോടെ ഐറിസ് അവരുടെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എലി അവൾക്ക് നേരെ നിറയൊഴിച്ചെങ്കിലും ഭാഗ്യവശാൽ അതൊന്നും ഐറിസിൻ്റെ ദേഹത്ത് പതിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവളെ എലി പിടികൂടുകയാണ്. ഈ നേരത്ത് താഴെ വീണ തോക്കിനു വേണ്ടി അവരിരുവരും തമ്മിൽ പിടിവലിയായി. ഈ ഒരു സമയത്ത് പ്രാണരക്ഷാർത്ഥം ഐറിസിനെ എലിയെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് പാട്രിക് ആകെ തകർന്നു പോയി. ഐറിസ് അവനോട് ശുഭാമണം നടത്തി അവിടെ നിന്നും ഓടിപ്പോയി. എന്നാൽ ഈ ഒരു സമയത്ത് ജോഷ് അവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലേക്കെത്തിയ ഐറിസ് ജോഷിൻ്റെ കാറിനകത്തേക്കു കയറി അതിൻ്റെ ഡോറടച്ചു. കോപാകുലനായ ജോഷ് അവളോട് പുറത്തിറങ്ങാനായി ആക്രോശിച്ചു. അവൾ കാറിനോട് വീട്ടിലേക്ക് മടങ്ങാനായി നിർദ്ദേശം നൽകി. എന്നാൽ കാറിലെ കമ്പ്യൂട്ടർ സിസ്റ്റം ജോഷിൻ്റെ ശബ്ദമല്ലാത്തതിനാൽ ആ കമാൻഡ് അനുസരിച്ചില്ല. ഈ ഒരു സമയത്ത് ജോഷ് കാറിൻ്റെ ഗ്ലാസ് തകർത്ത് അകത്തേക്ക് പ്രവേശിക്കാനായി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഐറിസ് ജോഷിൻ്റെ ഫോൺ ഉപയോഗിച്ച് തൻ്റെ ശബ്ദം ജോഷിൻ്റെ ശബ്ദത്തിലേക്ക് മാറ്റി.
അല്പസമയത്തെ പരിശ്രമത്തിനു ശേഷം അവൾക്ക് ജോഷിൻ്റെ ശബ്ദത്തിൽ കാറിന് കമാൻഡുകൾ നൽകുവാനായി സാധിച്ചു. അതോടുകൂടി വാഹനം ഓണാവുകയും അവൾ അവിടെ നിന്നും രക്ഷപ്പെടുകയുമാണ്. അവൾ രക്ഷപ്പെടുന്നത് കണ്ട് ജോഷ് തൻ്റെ കാർ മോഷ്ടിക്കപ്പെട്ടതായി വീട്ടിലുണ്ടായിരുന്ന സർജിയുടെ മൊബൈലിൽ നിന്നും റിപ്പോർട്ട് അയച്ചു. അതോടുകൂടി വാഹനം ലോക്കായി. ഐറിസ് അതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയാണ്. ഈ സമയത്ത് ജോഷിൽ നിന്നും അവൾക്കൊരു ഫോൺ കോൾ വരികയാണ്. ജോഷ് അവളോട് ക്ഷമ ചോദിച്ചു. നമുക്ക് പഴയതുപോലെ നടക്കാമെന്നും എല്ലാ കുറ്റങ്ങളും പാട്രിക്കിൻ്റെ മേൽ ചുമത്താമെന്നും ജോഷ് അവളോട് പറഞ്ഞു. എന്നാൽ ഐറിസിന് ജോഷിനെ വിശ്വാസമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ നമ്മുടെ ബന്ധം അവസാനിപ്പിക്കാമെന്ന് ഐറിസ് ജോഷിനോട് പറഞ്ഞു. അവളുടെ മറുപടി കേട്ടതോടെ ജോഷ് ആകെ നിരാശനായി. ജോഷ് പിന്നീട് എലിയുടെ പക്കലേക്ക് മടങ്ങുകയും അവൻ്റെ മൃതശരീരത്തിനരികെ ഇരുന്ന് കരയുകയും ചെയ്തു. ഈ സമയത്ത് ജോഷ് സൂത്രത്തിൽ എലിയുടെ ഫോണെടുത്ത് തൻ്റെ പക്കലുണ്ടായിരുന്ന അക്രമാസക്തമായ ആ ഒരു പ്രോഗ്രാം പാട്രിക്കിൻ്റെ സിസ്റ്റത്തിലേക്കും ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. എത്രയും വേഗം ഐറിസിനെ കണ്ടെത്തി തൻ്റെ ഫോൺ വീണ്ടെടുക്കണമെന്ന് അവൻ പാട്രിക്കിനോട് കൽപ്പിച്ചു. എന്നാൽ പാട്രിക്ക് ജോഷിൻ്റെ കമാൻഡുകൾ അനുസരിച്ചിരുന്നില്ല. അതോടെ ജോഷ് എലിയുടെ ഫിംഗർ ഉപയോഗിച്ച് പാട്രിക്കിനെ റീസെറ്റ് ചെയ്തു. ശേഷം ജോഷ് പാട്രിക്കുമായി ഒരു പ്രണയബന്ധം സ്ഥാപിക്കുകയാണ്. അതോടുകൂടി ജോഷിൻ്റെ കമാൻഡുകൾ പാട്രിക്ക് അനുസരിക്കാൻ ആരംഭിച്ചു. ഏതു സമയത്ത് ഐറിസ് കാറിൻ്റെ വിൻഡോ തകർത്ത് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ഒരു പോലീസ് ഓഫീസർ അവളെ കാണാനിടയായി. അതോടെ ഐറിസ് തനിക്ക് കള്ളം പറയാൻ സാധിക്കാത്തതിനാൽ തൻ്റെ ഭാഷ ജർമ്മനിലേക്ക് മാറ്റിയിരുന്നു. പോലീസ് ഓഫീസർ അവളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും ജർമ്മൻ ഭാഷയിൽ അവൾ അയാളോട് പറഞ്ഞു. ജർമ്മൻ ഭാഷയായതുകൊണ്ട് തന്നെ പോലീസുകാരനെ അവൾ പറയുന്നതൊന്നും മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് ആ പോലീസുകാരൻ കാറിൽ രക്തം പുരണ്ട കത്തി കാണാനിടയായി. അതോടെ ആ ഒരു പോലീസുകാരൻ ഐറിസിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് പാട്രിക്ക് അവിടേക്ക് വരുന്നത് കണ്ട് ഐറിസ് ആ ഒരു പോലീസുകാരനെ മുന്നറിയിപ്പ് നൽകാനായി ശ്രമിച്ചിരുന്നു. പാട്രിക്ക് പോലീസുകാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ശേഷം പാട്രിക്ക് ജോഷിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഐറിസിനെ ഓഫാക്കി. ആ ഒരു പോലീസുകാരൻ്റെ വാഹനത്തിൽ പാട്രിക്ക് ഐറിസിനെയും കൊണ്ട് ജോഷിൻ്റെ പക്കലേക്ക് തിരിച്ചെത്തി. കാറ്റും ജോഷും തുറന്നു കിടന്നിരുന്ന ആ വാഹനത്തിൻ്റെ ഡിക്കി പരിശോധിച്ചു. അതിനുള്ളിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ മൃതശരീരം കണ്ട് ഇരുവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അതോടുകൂടി കാറ്റിനെ എല്ലാം മതിയായി. പണത്തിൻ്റെ വിഹിതവുമായി താനിവിടെ നിന്നും പോവുകയാണെന്ന് കാറ്റ് ജോഷിനോട് പറഞ്ഞു. നീ പോകരുതെന്ന് ജോഷ് അവളോട് ആവശ്യപ്പെട്ടു. സർജിയുടെ കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയതിന് തനിക്കിപ്പോൾ കുറ്റബോധമുണ്ടെന്ന് കാറ്റ് ജോഷിനോട് പറഞ്ഞു. ശേഷം കാറ്റ് തൻ്റെ വിഹിതവുമായി അവിടെ നിന്നും പോവുകയാണ്. കോപാകുലനായ ജോഷ് കാറ്റിനെ തടയാനായി പാട്രിക്കിനോട് പറഞ്ഞു. എന്നാൽ ആക്രമണകാരിയായി മാറിയിരുന്ന പാട്രിക്ക് അവൻ്റെ കമാൻഡ് തെറ്റിദ്ധരിച്ച് കാറ്റിനെ കുത്തി. ഞെട്ടിപ്പോയ ജോഷ് കാറ്റിനോട് ക്ഷമ ചോദിച്ചു. ദുഃഖത്തോടെ കാറ്റ് സോഫയിലേക്ക് നടക്കുകയും ഐറിസിനരികിലായി മരിച്ചു വീഴുകയും ചെയ്തു. രാത്രിയിൽ പാട്രിക് തയ്യാറാക്കിയ അത്താഴം ജോഷ് കഴിക്കാനായിരിക്കുകയാണ്. ആ മേശയുടെ മറുവശത്തായി കൈകൾ ബന്ധിച്ച നിലയിൽ ഐറിസ് ഉണ്ടായിരുന്നു. പിന്നീട് ജോഷ് ഐറിസിനെ ഉണർത്തി. കാറ്റിൻ്റെ മരണത്തെക്കുറിച്ച് ജോഷ് അവളോട് പറഞ്ഞു. നിന്റെ ജീവിതത്തിന് മനുഷ്യരെക്കാൾ വിലയുണ്ടോ എന്ന് ജോഷ് അവളോട് ചോദിച്ചു. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നും ജോഷിൻ്റെ അത്യാഗ്രഹം മൂലമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും അവൾ അവനോട് പറഞ്ഞു. ഇതിഷ്ടപ്പെടാതെ ജോഷ് ഐറിസിൻ്റെ ബുദ്ധിശക്തി പൂജ്യമാക്കി മാറ്റി. ശേഷം ജോഷ് ഐറിസിനോട് മേശയിൽ സമാന്തരമായി അവളുടെ കൈ വയ്ക്കാനായി ആവശ്യപ്പെട്ടു. ഐറിസിനെ വേദന അനുഭവപ്പെടുമെന്നറിയാവുന്നതിനാൽ ജോഷ് ഒരു മെഴുകുതിരി അവളുടെ കൈക്കടിയിൽ വെച്ചു. തൻ്റെ ചർമ്മം കത്തുന്ന സമയത്ത് ഐറിസിനെ അസഹ്യമായ വേദന അനുഭവപ്പെട്ടിരുന്നു. ഈ സമയത്ത് ജോഷിന് ഒരു ഫോൺ കോൾ വന്നു. അവൻ്റെ ശ്രദ്ധ അതിലേക്ക് മാറി. അത് ഐറിസിനെ നിർമ്മിച്ചിരുന്ന റോബോട്ടിക് കമ്പനിയിലെ ജീവനക്കാരായിരുന്നു. ഞങ്ങൾ ഉടനെത്തുമെന്ന് അവർ ജോഷിനെ അറിയിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് ഐറിസിൻ്റെ കൈ വല്ലാതെ കത്താൻ തുടങ്ങിയിരുന്നു. അതോടെ ജോഷ് തീ കെടുത്താനായി
പാട്രിക്കിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് ജോഷ് ഐറിസിനെ ഒരു തോക്ക് നൽകി. ശേഷം ജോഷ് അവളോട് സ്വന്തം തലയിലേക്ക് നിറയൊഴിക്കാനായി ആവശ്യപ്പെട്ടു. അല്പസമയം മടിച്ചു നിന്നതിനു ശേഷം ഐറിസ് സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ചു. അല്പസമയത്തിനു ശേഷം റോബോട്ടിക് കമ്പനിയിലെ 2 ജീവനക്കാർ ഐറിസിനെ അവിടെ നിന്നും കൊണ്ടുപോകാനായി എത്തി. കാറ്റുമായുള്ള തൻ്റെ സൗഹൃദത്തിൽ അവൾക്ക് അസൂയ തോന്നിയെന്നും അങ്ങനെ അവൾ തൻ്റെ സുഹൃത്തുക്കളെയെല്ലാം കൊന്നുവെന്നും ജോഷ് ആ ജീവനക്കാരോട് കള്ളം പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന പാട്രിക്കിനെ അവൻ തന്നെ സഹായിക്കാനായി വന്ന പോലീസുകാരനാണെന്നും പറഞ്ഞുകൊണ്ട് ജോഷ് പരിചയപ്പെടുത്തി. പോകുന്ന സമയത്ത് എല്ലാ സംഭവങ്ങളും ഐറിസ് റെക്കോർഡ് ചെയ്യുമെന്നും ഞങ്ങളത് പരിശോധിക്കുമെന്നും ജീവനക്കാർ ജോഷിനെ അറിയിച്ചു. റോബോട്ട് അത് കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്യുമെന്ന് ജീവനക്കാരൻ ജോഷിനോട് പറഞ്ഞു. തലയിലേക്ക് നിറയൊഴിച്ചതുകൊണ്ട് കുഴപ്പമില്ലെന്നും പ്രധാനപ്പെട്ട എല്ലാ ഹാർഡ്വെയറുകളും വയറ്റിലാണ് വച്ചിരിക്കുന്നതെന്നും ജീവനക്കാരൻ ജോഷിനോട് വിവരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായി ഞങ്ങൾ ഐറിസിനെ റീബൂട്ട് ചെയ്യുമെന്ന് ജീവനക്കാരൻ ജോഷിനെ അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ താൻ കുടുങ്ങിപ്പോയെന്ന് ജോഷ് മനസ്സിലാക്കി. പിന്നീട് ജീവനക്കാർ ഐറിസിനെ വാനിലേക്ക് കയറ്റി അവിടെ നിന്നും പോകാനൊരുങ്ങുകയാണ്. ഈ സമയത്തവർ വാഹനം തടഞ്ഞ് മുൻപിലായി നിന്നിരുന്ന പാട്രിക്കിനെ കാണുകയാണ്. ഉടൻ തന്നെ പാട്രിക്ക് വാഹനം ഓടിച്ചിരുന്ന ജീവനക്കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഭീതിയോടെ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ജീവനക്കാരനായ ടെഡി കാട്ടിലേക്ക് ഓടി. പാട്രിക്ക് അയാളെ പിന്തുടർന്നു. അതേസമയം വാനിനുള്ളിൽ റീബൂട്ടിന് ശേഷം ഐറിസ് വീണ്ടും ഉണർന്നിരുന്നു. ഈ ഒരു സമയത്ത് ടെഡി ജോഷ് കാട്ടിലേക്ക് മാറ്റിയിരുന്ന കാറ്റ്, സർജി, പോലീസുകാരൻ എലി എന്നിവരുടെ മൃതശരീരങ്ങൾ കണ്ടിരുന്നു. ഉടൻ തന്നെ പാട്രിക്ക് ടെഡിയെ പിടികൂടി കഴുത്തു ഞെരിച്ച് കൊല്ലാനൊരുങ്ങുകയാണ്. ഈ ഒരു നേരത്ത് ഐറിസ് അവിടേക്കെത്തി പാട്രിക്കിനെ ഷോക്കടിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ പാട്രിക്ക് നിഷ്പ്രയാസം തന്നെ അവളെ കീഴടക്കി. ജോഷ് നിന്നെ ചതിക്കുകയാണെന്ന് ഐറിസ് പാട്രിക്കിനോട് പറഞ്ഞു. അവൻ എന്നെ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ നിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഐറിസ് അവനെ അറിയിച്ചു. നിന്റെ യഥാർത്ഥ കാമുകൻ എലിയാണെന്നും എന്നാൽ അവൻ കൊല്ലപ്പെട്ടെന്നും ഐറിസ് വിശദീകരിച്ചു. നീ നുണ പറയുകയാണെന്ന് പാട്രിക്ക് ഐറിസിന് മറുപടി നൽകി. എന്നാൽ എൻ്റെ പ്രോഗ്രാമിംഗ് അനുസരിച്ച് എനിക്ക് കള്ളം പറയാൻ സാധിക്കില്ലെന്ന് അവൾ അവനെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ട് ഞെട്ടലോടെ പാട്രിക്ക് എലിയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർത്തെടുക്കാനായി ശ്രമിക്കുകയാണ്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടെ പാട്രിക്ക് അതീവ ദുഃഖിതനായി. അതോടെ അവൻ സ്വയം ഷോക്കടിപ്പിച്ച് നിർജീവമായി. പിന്നീട് ഐറിസ് അവിടെയുണ്ടായിരുന്ന ടെഡിയോട് എനിക്ക് നിന്റെ സഹായം ആവശ്യമാണെന്ന് അറിയിച്ചു. ഇതേസമയം ജോഷ് സർജിയുടെ എല്ലാ പണവും പാക്ക് ചെയ്ത് പോകാനായി തയ്യാറെടുക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് അവൻ റൂമിന് വെളിയിൽ നിന്നും സംഗീതം കേട്ട് പുറത്തേക്കിറങ്ങി. ഈ നേരത്തവൻ അവിടെ ഉണ്ടായിരുന്ന ഐറിസിനെ കാണുകയാണ്. എനിക്ക് ടെഡി എന്നു പേരുള്ള പുതിയൊരു സുഹൃത്തിനെ കിട്ടിയെന്ന് അവൾ അവനോട് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ പൂർണ്ണ നിയന്ത്രണം എനിക്ക് തന്നെയാണെന്ന് അവൾ ജോഷിനെ അറിയിച്ചു. ജോഷിനെ അവൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അവളെ കൺട്രോൾ ചെയ്യാനായി സാധിക്കുകയില്ല. പെട്ടെന്ന് ഐറിസ് ജോഷിന് നേരെ തോക്കു ചൂണ്ടി. എന്നാൽ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നതിനാൽ അവൾ തന്നെ കൊല്ലില്ലെന്നുള്ള വിശ്വാസം ജോഷിനുണ്ടായിരുന്നു. അവനെ കൊല്ലാൻ ഐറിസിന് മനസ്സ് വന്നില്ല. അവസരം മുതലാക്കി ജോഷ് ഐറിസിനെ ക്രൂരമായി ആക്രമിക്കാൻ ആരംഭിച്ചു. പരിക്കേറ്റ ഐറിസ് തറയിൽ വീണു. നമ്മൾ ഒരുമിച്ച് കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കിട്ടിട്ടുണ്ടെന്ന് അവൻ അവളോട് പറഞ്ഞു. പിന്നീട് ജോഷ് അവളുടെ നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് നിനക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവളോട് ചോദിച്ചു. ഇത്തവണ തെറ്റുപറ്റില്ലെന്നും ഞാൻ നിൻ്റെ വയറ്റിലേക്കാണ് നിറയൊഴിക്കാൻ പോകുന്നതെന്നും ജോഷ് ഐറിസിനോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഐറിസ് അവിടെ ഉണ്ടായിരുന്നൊരു ഉപകരണമെടുത്ത് ജോഷിൻ്റെ തലയിൽ ഒരു ദ്വാരമുണ്ടാക്കുകയാണ്. അതോടുകൂടി തലയിൽ മാരകമായി പരിക്കേറ്റ് ജോഷ് കൊല്ലപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ കുളിക്കുന്ന സമയത്ത് ഐറിസ് തൻ്റെ കത്തിപ്പോയ ചർമ്മം പറിച്ചെടുത്തു. അവൾ ആശ്ചര്യത്തോടെ തൻ്റെ കൈയിൻ്റെ പ്രവർത്തനം വീക്ഷിച്ചു. പിന്നീട് അവൾ പുതിയ വസ്ത്രം ധരിക്കുകയും സർജിയുടെ പണമെല്ലാം കൈക്കലാക്കുകയും ചെയ്തു. പണവുമായി അവൾ ഒരു ഫാൻസി കാറിൽ തൻ്റെ പുതിയ ജീവിതം ആരംഭിക്കാനായി പുറത്തിറങ്ങി. സന്തോഷത്തോടെ അവൾ അവിടെ നിന്നും പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.